Hi friends, today we are discussing about orthogonal array and robust quality. First, orthogonal array. If there are n options or factors, the full optimization space contains 2 raised to n combination. This space is called full factorial design. അതായത് ഇപ്പോൾ നമുക്ക് n factors ഉണ്ടെങ്കിൽ എല്ലാ ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസും കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 2 raised to n ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ full factorial design എന്ന് പറയുന്നത്. ഓർത്തോഗണൽ array യൂസ് ചെയ്തിട്ട് fractional factorial design സെറ്റ് ചെയ്യാൻ പറ്റും. Orthogonal array allow us to determine the effect of a factor in the presence of other factor using a reduced space. Rather than run experiments at all possible combinations of design and noise factor levels, Takeuchi relies on running only a portion of the total number of possible experiments using the concept of an orthogonal array. അപ്പോൾ നമ്മുടെ താക്കൂച്ചി നമ്മുടെ ഈ ഓർത്തോഗണൽ അറേ യൂസ് ചെയ്തിട്ട് എല്ലാ പോസിബിൾ ആയിട്ടുള്ള റൺസ് എക്സ്പെരിമെന്റ് ചെയ്യാതെ അതിലൊരു പോർഷൻ മാത്രം എടുത്തിട്ടാണ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. Using an orthogonal array minimizes the number of runs while returning the pairwise balancing property. അപ്പോൾ ഈ ഓർത്തോഗണൽ array എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ pairwise balancing property യൂസ് ചെയ്തിട്ടാണ് ഈ ഓർത്തോഗണൽ array വർക്ക് ചെയ്യുന്നത്. An orthogonal array have the property that every factor setting occurs the same number of times for every test setting of all other factors. അതായത് നമ്മൾ ഈ ഓർത്തോഗണൽ array റെപ്രസെന്റ് ചെയ്തതിനു ശേഷം രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ് എല്ലാം തന്നെ മറ്റു രണ്ട് ഫാക്ടറുകൾ എടുക്കുമ്പോൾ അതിലും നമുക്ക് കാണാൻ പറ്റും. ഓർത്തോഗണൽ array റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാട്രിക്സ് ഓഫ് നമ്പേഴ്സിന്റെ ഫോമിൽ ആയിരിക്കും. സോ അതിന് റോസും കോളംസും ഉണ്ടാവും. റോസ് റെപ്രസെന്റ് ചെയ്യുന്നത് ലെവൽസിനെ ആണെങ്കിൽ കോളം റെപ്രസെന്റ് ചെയ്യുന്നത് സ്പെസിഫിക് ഫാക്ടേഴ്സിനെ ആയിരിക്കും. array കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് വെക്കണം. അതിൽ ഒന്നാമത്തെയാണ് the number of factors to be studied. Second one, the number of levels for each factor. The third one, the special difficulties in running the experiments. Takeuchi notation for an orthogonal array. ln s raised to k എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതിൽ s is the number of levels, k is the number of factors and n is the total number of trials. ഇത് ഒരു എക്സാമ്പിൾ ആണ്. L9 3 raised to 4. 4 is the number of factors, 3 is the number of levels, 9 is the number of experiments. ഈ number of experiments 9 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 3 minus 1 into 4 plus 1. അത് ലെവൽസും ഫാക്ടേഴ്സും മാറുന്നതിനനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Then orthogonal array selection rules ആണ്. Takeuchi developed orthogonal arrays to identify factors influences without loss of accuracy. അതായത് നമുക്ക് 2 ലെവൽസ് എന്ന് വിചാരിക്കുക, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് മാറുന്നതിനനുസരിച്ച് ഓർത്തോഗണൽ array മാറും. ഇപ്പൊ 2 to 3 ആണ് നമ്മുടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സിൽ ഓർത്തോഗണൽ array L4 ആയിരിക്കും. 4 to 7 ആണെങ്കിൽ L8 ആയിരിക്കും. 8 to 11 ആണെങ്കിൽ L12 ആയിരിക്കും. 12 to 15 ആണെങ്കിൽ L16 ആയിരിക്കും. Then 3 ലെവൽസ് ഉണ്ട് വിചാരിക്കുക. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 2 to 4 ആണെങ്കിൽ L9 ആയിരിക്കും ഓർത്തോഗണൽ array. 5 to 7 ആണെങ്കിൽ L27 ആയിരിക്കും. L2 raised to 3. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെയർ വൈസ് ബാലൻസിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതെന്താന്ന് നോക്കാണ്. If we take any two columns, the combination would same as that of any other two columns. ഇതിൽ നോക്കുകയാണെങ്കിൽ ഫാക്ടർ 1ഉം ഫാക്ടർ 2ഉം നമ്മൾ കൺസിഡർ ചെയ്യുക. അതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ഈ 1ഉം 2ഉം ഒക്കെ ലോ ലെവൽ ഹൈ ലെവലാണ്. ഈ ഫാക്ടർ 1ഉം ഫാക്ടർ 2ഉം നോക്കുമ്പോൾ അതിൽ വരുന്ന ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻ 1 1 1 2 2 1 2 2. ഇതേ കോമ്പിനേഷൻസ് തന്നെ നമ്മൾ ഫാക്ടർ 1ഉം ഫാക്ടർ 3ഉം എടുക്കുമ്പോൾ നമുക്ക് വരും 1 1 1 2 2 2 2 1. ഓർഡർ മാറിയിട്ടാണെങ്കിൽ കൂടി ഈ ഫാക്ടർ 1ഉം ഫാക്ടർ 2ഉം എടുക്കുന്ന അതേ അത്രയ്ക്കും തന്നെ ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ് നമുക്ക് ഫാക്ടർ 1ഉം ഫാക്ടർ 3ഉം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. L8 arrayയുടെ ഒരു എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കുമ്പോൾ ഇവിടെ 8 ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ് ഉണ്ട്, 7 നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി ഇതിൽ നമ്മൾ ഫാക്ടർ 1ഉം ഫാക്ടർ 2ഉം മാത്രം കൺസിഡർ ചെയ്യാണ്. ഇത് L8 arrayയുടെ ഫസ്റ്റ് രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഫാക്ടർ 1 നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ 4 റണ്ണിൽ ലോ ലെവലിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ 5 6 7 8 ഹൈ ലെവലിലാണ്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം മാത്രം ഫാക്ടർ 1ന്റെ ലെവൽ ചേഞ്ച് ചെയ്താൽ മതി. അതേസമയം ഫാക്ടർ 2 നോക്കുമ്പോൾ 3 പ്രാവശ്യം നമുക്ക് ലെവൽസ് ചേഞ്ച് ചെയ്യേണ്ട വന്നു. ഫസ്റ്റ് 2 റണ്ണിൽ ലോ ലെവലിലായിരുന്നെങ്കിൽ തേർഡും ഫോർത്തും ഹൈ ലെവലിലാണ്. പിന്നെ വീണ്ടും ലോ ലെവലിലേക്ക് പോയി, പിന്നെ വീണ്ടും ഹൈ ലെവലിലേക്ക് പോയി. അപ്പൊ ഫാക്ടർ 1ൽ ഒരു പ്രാവശ്യം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട വന്നുവെങ്കിൽ ഫാക്ടർ 2ൽ നമുക്ക് 3 ടൈംസ് ലെവൽ ഓഫ് ഫാക്ടർ ചേഞ്ച് ചെയ്യേണ്ട വന്നു. സോ നമ്മളൊരു ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ ഈ എത്ര പ്രാവശ്യം ലെവൽസ് ചേഞ്ച് ചെയ്യണം എന്ന് നമ്മൾ ശ്രദ്ധിക്കണം.
അപ്പൊ ഇങ്ങനെ ഫാക്ടർ 1ഉം ഫാക്ടർ 2 ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഫാക്ടർ 1 ആണ് എടുക്കുക. കാരണം അവിടെ നമുക്ക് ഒരു പ്രാവശ്യം മാത്രം ഫാക്ടറിന്റെ ലെവൽ ചേഞ്ച് ചെയ്യേണ്ട വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഏത് ഫാക്ടർ ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓർത്തോഗണൽ അറേ എന്താന്ന് നോക്കാണ്. അപ്പൊ മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഓർത്തോഗണൽ അറേ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഫാക്ടോറിയലിന്റെ സെറ്റിൽ വിടുന്നതാണ്. പക്ഷെ നമ്മൾ ഫ്രാക്ഷണൽ ഫാക്ടോറിയൽ ഡിസൈൻ ചെയ്തപ്പോൾ അവിടെ നമുക്ക് ഏതൊക്കെ തമ്മിലാണ് കൺഫൗണ്ട് ആവുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ തമ്മിലാണ് ഏലിയാസ്ഡ് ആവണെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ ഓർത്തോഗണൽ അറേയിൽ ഏതൊക്കെ തമ്മിലാണ് കൺഫൗണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അടുത്തത് നമുക്കറിയാം, ഒരു ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റിൽ 3 തരം ഇന്ററാക്ഷൻസ് ആണ് മെയിൻലി ഉണ്ടാവുക. അപ്പൊ പാരാമീറ്റർ തമ്മിൽ ഇന്ററാക്ഷൻസ്, പാരാമീറ്ററും നോയ്സും തമ്മിൽ ഇന്ററാക്ഷൻസ്, നോയ്സും തമ്മിൽ ഇന്ററാക്ഷൻസ്. പക്ഷെ ഈ ടാക്കുച്ചി മെത്തേഡിൽ നമ്മൾ ഈ ഇന്ററാക്ഷൻസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ മെയിൻ ഇഫക്ട്സിനാണ് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതും നമ്മുടെ ഈ ഓർത്തോഗണൽ അറേയുടെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. അടുത്തത് റോബസ്റ്റ്നെസ് എന്താന്ന് പറയാണ്. ഇതൊരു എക്സാമ്പിളിലൂടെ പറയാം. അപ്പോ ഞാനൊരു 2 വീലർ സെല്ലർ ആണെന്ന് വിചാരിക്കും. ഞാനൊരു മോട്ടോർ ബൈക്ക് സെല് ചെയ്തു. then I promise that X km/L അത് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയാണ്. പക്ഷെ നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാണ് അത്രയ്ക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, എക്സിനേക്കാളും വളരെ താഴെയാണ് അത് പെർഫോം ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സർവീസിന് കൊണ്ടുവരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ഇത് അങ്ങനത്തെ പെർഫോം ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കാൻ. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കാണ് ഇത് എവിടെയാണ് ഡ്രൈവ് ചെയ്ത് നോക്കിയത്. അപ്പൊ നിങ്ങൾ ചെന്നൈയിലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാണ് അവിടെ പറ്റില്ല, ബാംഗ്ലൂരിലാണ് അത് പറ്റാന്ന് വിചാരിക്കും. സോ അതൊരു അക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പോ അതാണ് നമ്മൾ റോബസ്റ്റ്നെസ്സിലൂടെയും പറയാൻ വിചാരിക്കുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻപുട്ട് വേരിയബിലിറ്റി, അതായത് നമ്മുടെ ഇൻപുട്ടിൽ എന്തെങ്കിലും മാറ്റം വന്നു. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് കപ്പാസിറ്റിയോ പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പ്ലേസിന് അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ പറയുന്ന ആ പ്രോമിസ് ചെയ്യുന്ന ആ ക്വാളിറ്റി ആ പ്രൊഡക്റ്റിന് ഉണ്ടോ എന്ന് നോക്കാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിലും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റോബസ്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻപുട്ട് വേരിയബിലിറ്റി ദ വേരിയബിലിറ്റി ഇൻ ദ ഔട്ട്പുട്ട് ഷുഡ് ബി മിനിമം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ലിമിറ്റിന്റെ ഉള്ളിലാണോ എന്ന് നോക്കും. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് റോബസ്റ്റ്നെസ്സിൽ വരുന്നത്. അപ്പൊ റോബസ്റ്റ്നെസ് എന്ന് വെച്ചാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ വേരിയബിലിറ്റി ഇൻ ദ ഇൻപുട്ട്, variability in the output should be minimal or within the specification limit. Next, robust product design, the process of trying to reduce the variation in the finished product. അതായത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലത്തെ വേരിയേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ നോക്കലാണ് നമ്മൾ റോബസ്റ്റ് പ്രൊഡക്റ്റ് ഡിസൈനിൽ ചെയ്യുന്നത്. റോബസ്റ്റ് സിസ്റ്റം capable of meeting requirements, that is stability or performance measures even in the presence of model and or the disturbance uncertainty. ഇപ്പൊ അൺസർട്ടനിറ്റി ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ മോഡലിന്റെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നോക്കലാണ് നമ്മൾ റോബസ്റ്റ് സിസ്റ്റത്തിൽ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന പ്രോബ്ലംസ് പ്രിവെന്റ് ചെയ്യുക എന്നതാണ് നമ്മൾ റോബസ്റ്റ്നെസ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെഫിനിഷൻസ് ആണ്. ഈ റോബസ്റ്റ് പ്രൊഡക്റ്റ് ഡിസൈനിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഡോക്ടർ താക്കൂച്ചി ആണ്. It is defined as reducing variation in the product without eliminating the cause of variation. Cause of variation eliminate ചെയ്യാതെ തന്നെ പ്രൊഡക്റ്റിന്റെ വേരിയേഷൻസ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. The goal of robust design is to come up with a way to make the final product consistent when the process is subject to the variety of noise. Dr. Takuchi ക്വാളിറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി ഈസ് മെഷേർഡ് ആസ് എ ടോട്ടൽ ലോസ് ടു സൊസൈറ്റി കോസ്ഡ് എ പ്രൊഡക്റ്റ്. താക്കൂച്ചി പ്രോസസ് നമ്മൾ സാധാരണ ഒരു ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റിൽ കാണുന്ന പ്രോസസ് ഒക്കെ തന്നെയാണ് ഒരു താക്കൂച്ചി പ്രോസസ്സിലുള്ളത്. സോ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, ബ്രെയിൻ സ്റ്റോമിംഗ് സെക്ഷൻ, എക്സ്പെരിമെന്റൽ ഡിസൈൻ, എക്സ്പെരിമെന്റേഷൻ, അനാലിസിസ്, കൺഫോമിംഗ് എക്സ്പെരിമെന്റ്സ്. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, ലൊക്കേറ്റ് ദ പ്രോബ്ലം സോഴ്സ് നോട്ട് ജസ്റ്റ് ദ സിംപ്റ്റം. അതായത് നമ്മുടെ കസ്റ്റമറിന്റെ കംപ്ലൈന്റ്സ് വെച്ചിട്ട് എന്താണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്യലാണ് നമ്മുടെ താക്കൂച്ചി പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ബ്രെയിൻ സ്റ്റോമിംഗ് സെക്ഷൻ ആണ്. ഐഡന്റിഫൈ ക്രിട്ടിക്കൽ വേരിയബിൾസ് ഇൻ ദ സർവീസ് ദാറ്റ് എഫക്ട് ക്വാളിറ്റി, ഡിസൈഡ് വിച്ച് ഫാക്ടർ ആർ കൺട്രോളബിൾ ആൻഡ് വിച്ച് ആർ നോട്ട്. അപ്പോൾ ഈ സെക്ഷനിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, വേരിയബിൾസ് എന്തൊക്കെയാണ്, നമ്മുടെ ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്ത് വെക്കേണ്ടത് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ സെക്ഷനിൽ വെച്ചിട്ടാണ്. എക്സ്പെരിമെന്റൽ ഡിസൈൻ, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഓർത്തോഗണൽ എറേ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓർത്തോഗണൽ എറേ എന്താന്ന് ഡിഫൈൻ ചെയ്തിരുന്നു, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റൽ ഡിസൈനിലാണ് നമ്മുടെ ഓർത്തോഗണൽ എറേ യൂസ് ചെയ്യുക. എക്സ്പെരിമെന്റേഷൻ ആണ്.
The various rigorous analysis approaches like ANOVA and multiple regression can be used, but also simpler customized methods are available. അതായത് ഇവിടെ വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന മെത്തേഡ്സ്, അതായത് അനോവയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഗ്രഷനോ അല്ലെങ്കിൽ കുറെ സിംപ്ലർ കസ്റ്റമൈസ്ഡ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റേഷൻ നടത്താവുന്നതാണ്. നെക്സ്റ്റ് അനാലിസിസ് ആണ്. The experimentation provides best levels for all the factors. So നമുക്ക് ഈ ലെവലിൽ വെച്ച് നമ്മുടെ ഔട്ട്പുട്ട് നമ്മുടെ കംപ്ലൈൻസ് ഒക്കെ പരിഹരിച്ചിട്ട് നമുക്ക് കിട്ടും. Performing experiments. The result should be validated by running experiments with all the factors set to optimal levels. So നമുക്ക് നമ്മുടെ റിസൾട്ട് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെയാണ് നമ്മൾ കൺഫേമിംഗ് എക്സ്പെരിമെന്റ്സിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർത്തോഗണൽ അറേ, റൂൾസ് ബിഹൈൻഡ് ദ ഓർത്തോഗണൽ അറേ, എക്സാമ്പിൾസ് ഓഫ് ഓർത്തോഗണൽ അറേ, റോബസ്റ്റ്നെസ്, താക്കുച്ചി മെത്തേഡ്, സ്റ്റെപ്സ് ഓഫ് താക്കുച്ചി മെത്തേഡ്. താങ്ക് യു.